ഹലോ വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് അക്കൗണ്ട് എപ്പിസോഡ് 5 എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മേർഷയുണ്ട്, ഞാനും ഉണ്ട്. റെസ്റ്റോറൻറ്റ് അക്കൗണ്ട് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. നമുക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. മേർഷ പണി തുടങ്ങി. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടിച്ചു കയറിയ ഹോട്ടലിലേക്ക് നേരെ കയറാം. അതെ, നമ്മൾ കട തുറന്നിട്ടുണ്ട്. അയ്യോ, കട തുറന്നതേ ലാഗ്. എന്തുവാടേ ഇത്? ഏയ് ലീലാമണി, പണിയെടുക്കൂ. സുശീലൻ, എല്ലാവരും ഉണ്ട്. റഷീദ് അയ്യോ, റഷീദ് എടുക്കണത് ഞാൻ മാറി കിട്ടെ, എനിക്ക് വയ്യ. നമ്മൾ തന്നെ ഇവിടെയൊക്കെ അൺലോക്ക് ചെയ്തു, ബാക്കിലോട്ട് അൺലോക്ക് ചെയ്തു. ഫുള്ള് റെസ്റ്റോറൻറ്റ് ഫുള്ള് മാക്സ് ആക്കിയ അപ്ഗ്രേഡ് ചെയ്തു. ബാക്ക് നമുക്ക് സെറ്റ് ആക്കണം. ബാക്ക് നമുക്ക് സെറ്റ് ആക്കി ഇത് മൊത്തം എടുത്ത് മാറ്റാം. ഓക്കെ ഓക്കെ ഗായ്സ്, നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് ഫുള്ള് പണിയുണ്ട്. മിർഷ പണിയെടുക്കും, ഞാൻ റെസ്റ്റോറൻറ്റ് അപ്ഗ്രേഡ് ചെയ്യും. ഫ്രണ്ട് അടുക്കള കുറച്ചിടത്തേക്ക് വർക്കാവില്ല കേട്ടോ. ഞാർത്ത് മതിൽ വിറ്റോന്ന് പെട്ടെന്ന് മതിൽ കാണാതായി പോയി. ഞാർത്ത് ഇവിടെ മതിൽ വിറ്റൂടാന്നൊക്കെ. അയ്യോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗൊക്കൊക്ക് രാവാണേ നല്ല കാവാണേ ചേലേണം നല്ല നീലക്കണ്ണുള്ള കാവാണേ. അടുക്കള ഇച്ചിരി നീങ്ങിപ്പോയില്ലേ? കറക്റ്റാ കറക്റ്റാ. മിർഷ കറക്റ്റല്ലേ? നോക്കിയാ അടുക്കള സെറ്റല്ലേ? VPN ഒന്നും കിട്ടിയില്ലാന്നോ? എന്നാ സീറ്റ്? ആ ഇല്ല ഇല്ല ഇല്ല, ആകെ വെക്കാം. ഷീറ്റ് എന്നൊക്കെയാടാ ഞാൻ കേക്കണേ. കണ്ണെഴുതി പൊട്ട് തൊട്ട് മാമലമേളെ നീയിരുന്നു, കണ്ണെഴുതി പൊട്ട് തൊട്ട് മാമലമേളെ നീയിരുന്നു. നമ്മള് കുറച്ച് സെറ്റ് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സീറ്റൊക്കെ അങ്ങോട്ട് മാറ്റില്ല. എടാ ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ടോ? ആ ഉണ്ടുണ്ട്. ഇപ്പൊ കുറച്ച് സ്ഥലമായല്ലേ റെസ്റ്റോറന്റില്? ഞാൻ പോയിട്ട് കസാര കുറച്ച് വെക്കാം. ലീലാമണി എന്താ കണ്ട കിടക്കുന്നേ? ലീലാമണി എന്താ എന്താ റഷീദക്ക മറ്റാ മിർഷനെ ഇഷ്ടാ റഷീദക്ക്. റഷീദക്കയുടെ കയ്യിൽ നിന്ന് എപ്പോഴും പഴംപൊരിയും ബീഫൊക്കെ മേടിക്കണല്ലേ? ആ സമ്മതിച്ചത്. അയ്യോ, ഇന്നത്തെ തമ്പനയില് കിട്ടി. ഇന്നത്തെ തമ്പനയില് കിട്ടി. റഷീദക്കയുടെ മീറ്ററോള് ഷവർമ കഴിക്കുന്ന മിർഷ.
അയ്യോ എന്ത് വേണ്ടത്? ഞാൻ എന്തേലും ഇല്ലാത്ത പറഞ്ഞ നീ തന്നെ ഇപ്പൊ പറഞ്ഞ വീഡിയോ റെക്കോർഡിങ് കൊണ്ടേ. അയ്യോ അയ്യോ ആ ഇപ്പൊ എന്താ ഇപ്പൊ മീറ്ററോണോ ഡസില്ലേ? നീ എന്റെ കാട്ടിന് കള്ളന്നൊക്കെ വിളിക്കിപ്പോ. ആഹാ നമുക്കറിയാലോ. മാത്രം കേക്കുള്ളൂ മറ്റാളിട്ടാ. അയ്യോ അയ്യോ വന്ന് കേട്ടോ. എടേ ഇത് മാറ്റിയില്ലേ? ഇത് മാറ്റണമല്ലോ. എടേ ഇവിടെ ആൾക്കാരൊക്കെ തിന്നു മരിക്കുന്നു. നമ്മള് ഉണ്ടാക്കി വെച്ചിന്. അവിടെ ഷെഫ് എന്തെങ്കിലും കൊണ്ടുവരട്ടോ. ഗൈസ് ഈ മിനിയാന്ന് എൻ്റെ ഐഫോൺ സ്റ്റക്കായി പോയി ഗൈസ്. ഡിസ്പ്ലേ അതായത് നമ്മുടെ മറ്റേ അത് എന്തോ ഗ്ലിച്ച് എന്തോ ആയിരുന്നു. സ്റ്റക്കായി പോയിട്ട് പെട്ടുപോയി. എന്നിട്ട് കടയിൽ കൊണ്ടേ കൊടുത്ത് ഓണാവും, സ്ക്രീൻ മാത്രം വർക്കാവത്തില്ല. നമ്മുടെ ടച്ച് വർക്കാവില്ല. നമ്മൾ എന്നാ കാണിച്ചാലും ടച്ച് വർക്കാവില്ല. എന്നിട്ട് ഞാനിങ്ങനെ കുറേ നോക്കിയിട്ട് കടയിലെ കൊണ്ടേ കൊടുത്ത് ശരിയാക്കി. പേടിച്ചു പോയി. പൈസ പോകുന്നു നിർത്ത്. ജസ്റ്റ് മിസ്. പൈസ ഒന്നും ആയില്ല. ഇല്ല ഫ്രീ ആയി. എടാ അത് മറ്റേ എന്തോ ഐഫോണിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ബട്ടണൊക്കെ ഞെക്കിക്കൊണ്ടിരുന്നു. അപ്പം ശരി. ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആയിടൂ. എന്ത്? ക്യാമറ പോയി ഐഫോണിന്റെ. നല്ലതാ. ശരിയാക്കാൻ പണിക്ക് പോവാ, പൈസ കൊടുക്കുക, ശരിയാക്കാം. അത്രേ ഉള്ളു, വേറെ ഒന്നുമില്ല. മനസ്സിലായാ? പണിക്ക് പോവാ, പൈസ കൊടുക്കുക, ശരിയാക്കുക. അതാണ് ഒറ്റ വഴി. ജി എടേ ഇവന്മാരെ തിന്നുന്നത്. ഞാനും കുക്ക് ചെയ്യാം. എടാ നമ്മുടെ ഷെഫ് പറഞ്ഞ എന്തിറാ? കാണില്ല. ഇബ്രാഹിമും സുലൈമാനും ഇവിടെ ഉണ്ട്. ഗൈസ് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇത് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഇത് എന്തൊക്കെ ഇരിക്കണേ നോക്കൂ. കണ്ട എടാ റഷീദക്ക, നീ എന്നാ കാണിക്കാൻ ഈ ഓടി നടക്കണം? ഏതെങ്കിലും കാലിനടക്കൊന്ന് കയറിയില്ലേ? നീ 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 ഷെഫ് തന്നെയാണോ നീ? നീ ഒന്നാ അവിടെ പോവും, പിന്നെ ഇങ്ങോട്ട് വരും. ദേ പറഞ്ഞു തീർന്നില്ല, ഇവിടെ വന്നിട്ട് തിരിച്ചു പോണ്. ഇവനെന്ത് തന്നെ? എടാ ദേ 2 ഷെഫുകളും. ദേ 3 ഷെഫ് ഒരു കിച്ചണിലാ. ടോട്ടൽ ഇപ്പൊ നമുക്ക് എത്ര ഷെഫ് ഉണ്ടോ? 1 2 3 4 ഷെഫാക്കാം. അപ്പൊ ശരിയായിരിക്കും. ഭവാനി ഇബ്രാഹിം മോനെ. അതെന്തോ നസക്കലാണേ. ഭവാനീനെ അടുത്ത് തന്നെ ജോലിന്ന് പിരിച്ചുകൊണ്ടിരിക്കും. റഷീദൊക്കെ നിന്റെ അടുത്തുണ്ടാകും, നമുക്കറിയാം. റഷീദൊക്കെ പിന്നെ മിർഷാനിട്ട് എവിടെ പോവാതിരിക്കും. എന്നും മിർഷയുടെ സ്വന്തം റഷീദക്ക. അയ്യോ
ഒരു മാനേജറിന്റെ പണിയാ പാത്രം പറക്കല്, കണ്ടോ? അതിന്റെ പണി ഞാൻ ചെയ്യുന്നു. ഞാന് പാത്രം വെക്കണേ. ആ കണ്ടില്ല കേട്ടോ ഒന്നും. കണ്ടിട്ടോ? ഞാൻ കണ്ടിട്ടോ. ഞാൻ കണ്ടില്ല കേട്ടോ. അല്ല, ഞാനൊരു സാധനം കുക്ക് ചെയ്ത് പോയിക്കണ്. കുക്ക് ചെയ്ത് എങ്ങോട്ട് പോയേക്കണ്? പൈസ എടുക്കാൻ. പൈസ എടുക്കാൻ കുക്ക് ചെയ്തിട്ട് എന്നാ പൈസ കുക്ക് ചെയ്തിട്ട് ഞാൻ പൈസ എടുക്കാൻ വണ്ടിക്കണെന്ന് കരിയും കുക്ക് ചെയ്ത സാധനം. അതൊക്കെ പാത്രം ഞാനാ പെറുക്കണ. എന്താ പറ്റി? പണിക്കാര് ശരിയല്ല. നീ ഒരു പണിക്കാരനാണ് കേട്ടോ. സുലൈമാനെ, സുലൈമാനിക്കയുടെ പാല മുറിച്ച് ഇപ്പൊ റഷീദ് ഖാനെ മറന്നോ? കണ്ണെഴുതി പൊട്ട് തൊട്ട് ഒരു വാട്ടർ നടന്നു വിളിക്കാതെ പോവും. ഭവാനി ഇബ്രാഹിം ഒന്ന് അടിക്കുവേ. സൂക്ഷിച്ചു തന്നോ. ഇടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വരത്തില്ല. ആദ്യം ഓർഡർ ഞാൻ അഴിക്കും. നല്ല കച്ചവടം ഉണ്ട് കേട്ടോ. പുതിയൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഷ്. എന്താ ഡിഷ്? സെർവ് ഡിഷസ് ഫ്രം സ്പെയിന്. സെർവ് ഡിഷസ് ഫ്രം സ്പെയിനാ? സ്പെയിനീന്ന് ഡിഷസ് ഇറക്കാനാ? ഞാൻ ആര് നോക്കട്ടെ. സ്പെയിനല്ലേ? എന്തായാലും വേൾഡ് കപ്പ് ഒക്കെ ജയിച്ചല്ലേ, അപ്പം അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. സ്പെയിനിൽ നിന്ന് ക്രീം. ഫെബ്രുവരി എന്ത്? ആ, നമ്മുടെ റെസ്റ്റോറൻറ്റ് എവിടെയാ? എടാ ഇവിടുത്തെ കിച്ചൺ കൊള്ളാട്രാ. എടാ നമുക്ക് വേറൊരു പരിപാടി ചെയ്യാൻ പറ്റും മണ്ട. നമുക്ക് ഈ രണ്ട് സൈഡിൽ കിച്ചൺ വെക്കണ എന്തിനാ? ഈ കിച്ചൺ എല്ലാം കൊണ്ടുവന്ന് ഒരു സൈഡിൽ വെച്ചാ പോരെ? ഇത്ര പാട് പറഞ്ഞ കാര്യമുണ്ടോ? പാക്കപ്പ് അങ്ങനെ ഒക്കെ പാക്കപ്പ്. ഇനി ആരും ഇവിടെ പണിയെടുക്കണ്ട. സ്റ്റോർ രാവാണേ നല്ല കാവാണേ ചേലേറും നല്ല നീല കണ്ണുള്ള കാവാണ്. മക്കളൊക്കെ തരട്ടെ എത്തിച്ചെന്ന് അടിച്ചു പൊളിച്ചിട്ട്. കസ്റ്റമേഴ്സ് ഉണ്ടോ കടയിൽ ഇപ്പം? അതെങ്ങനെ കസ്റ്റമേഴ്സ് പോയില്ല? ഓക്കെ, നോക്കട്ടെ. പോയി ഒരു ബട്ടൺ ഞെക്കി പോയതാ.
എല്ലാവരും പോയി. അറിയാത്തൊരു ബട്ടൺ ഞെങ്ങിപ്പോയി. എടാ കച്ചവടം മുടി 1 2 3 4. ഏയ് കച്ചവടം മുടിക്കില്ല. നിന്റെ ഡൗട്ടല്ലേ അതൊക്കെ? ഇങ്ങനെയൊക്കെ തോന്നാമോ? ഇങ്ങനെ ഇട്ടിട്ട് വന്നോ നമ്മൾ കാണട്ടെ. എടാ ഇത് ഇങ്ങനെ അല്ലേ? അല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നടക്കും? അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഓക്കെ, കണ്ണെഴുതി പൊട്ട് തൊട്ട്. എടത് ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കാവാണേ നല്ല ഒരു ഓവൻ കാണാനില്ല. ഓവൻ കാണാനില്ല. ഓവൻ ഈസ് മിസ്സിങ്. എന്ത് സോസ കയറി? മതലാണോ? നല്ല കാര്യം, ബുദ്ധിയുണ്ട്. ഒരു ഓവൻ പോയിട്ടുണ്ട്. ഓവൻ ഈസ് മിസ്സിങ്. എടാ നമുക്ക് പുതിയ ഓവൻ വെച്ചാലോ? 500 രൂപ ഒരു ഓവന്. വേണ്ട, ഒരു ഓവൻ വെച്ചിട്ട് എത്ര പേർക്ക് കിട്ടാനാ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ല ഇത് വെച്ചിട്ട് എങ്ങനെ കത്ത് കയറും? ബിൽഡല്ലേ? പില്ലറ് ഞാനിപ്പോൾ ഒരുത്തന്നെ കടയിൽ പോയപ്പോൾ കണ്ടത് ഇങ്ങനെ. ഇത് വെക്കാം. അപ്പുറം ബാക്കിൽ കട. ഇപ്പം എങ്ങനെയുണ്ട്? ആരാ ലൈക്ക് അടിച്ചു കേട്ടോ? പക്ഷെ നമ്മുടെ കട നല്ല കിടന്ന് ലുക്കാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടുകൊണ്ടിരിക്കണ എല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്യാം മാക്സിമം. അതുകൊണ്ടൊക്കെ തന്നെ ചാനൽ സബ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കോക്കാച്ചു പിടിക്കും. എന്ത് കത്തി? നിനക്ക് കത്തിയത് എനിക്കല്ല. കടയിൽ ആരുമില്ലേ? എന്താ ആള് വരാത്ത? അളിയാ ആള് വരാ തന്നെ. എന്തോ സീനുണ്ടല്ലോ. കച്ചവടം കൂടിയിട്ട് ഈ സാധനം എടുത്ത് മാറ്റി. എടുത്തിട്ട് ഇവിടെ